ഓം ശ്രീ സായിരാം. എല്ലാമായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിന് ചോദ്യത്തിന് ഒരു മറുപടി കൂടി. ഒരു ദിവസം ഭഗവാന്റെ ഇൻ്റർവ്യൂ റൂമിൽ ഇരിക്കുകയായിരുന്നു. സ്വാമി ചോദിച്ചു, കേരളത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി പറഞ്ഞ് 10-45 മിനിറ്റ് എല്ലാം പറഞ്ഞു സ്വാമിയുടെ അടുത്ത്. ആ പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനം കാട്ടിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനമായിരുന്നു. കാടിൻ്റെ ഉള്ളിലുള്ള ട്രൈബൽ ആളുകൾക്കുള്ള സേവന പ്രവർത്തനമായിരുന്നു. കുറച്ച് അഭിമാനത്തോടു കൂടി സ്വാമിയോട് പറഞ്ഞു, സ്വാമി, കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്വാമിയുടെ സേവാദള അംഗങ്ങൾ പോണ സമയത്ത് കാട്ടിലെ ഫോറസ്റ്റ് ഒഫീഷ്യൽസ്, അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ സ്വാമിയുടെ സേവാദള അംഗങ്ങളോട് ചോദിച്ചു, കാടിൻ്റെ അകത്തേക്ക് പോകാൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചു. സ്വാമി, ഞാൻ വളരെ അഭിമാനത്തോടെ സ്വാമിയോട് പറഞ്ഞത്. സ്വാമിക്ക് ഭയങ്കര സന്തോഷമാവുമെന്ന് വിചാരിച്ചു. ഭഗവാൻ പറഞ്ഞു, സ്വാമി, അതിന് കൊടുത്ത മറുപടി ഇതായിരുന്നു, സ്വാമി മുമ്പിലുണ്ട്, സ്വാമി പുറകിലുണ്ട്, പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കണേ എന്നാണ് സ്വാമിയുടെ സേവാദള അംഗങ്ങൾ ആ ഫോറസ്റ്റിലെ ഒഫീഷ്യൽസിനോട്, ഉത്തരവാദപ്പെട്ടവരോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് നിർത്തിയില്ല. അപ്പോഴേക്കും നിർത്തിയ ഉടനെ സ്വാമി ചോദിച്ചു, അപ്പം നടുക്കാരാന്ന് ചോദിച്ചു. ദെൻ ഹൂ ഈസ് ഇൻ ദ മിഡിൽ? ഫ്രണ്ടിൽ സ്വാമിയുടെ, ബാക്കിൽ സ്വാമിയുടെ എന്ന് പറഞ്ഞ സ്വാമി ചോദിച്ചു, ആരാപ്പം മിഡിലില്ല? ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട്, സ്വാമി മുകളിലുണ്ട്, സ്വാമി താഴെയുണ്ട്, 2 വശങ്ങളിലുണ്ട്. ഇത് മനസ്സിലാവണമെങ്കിൽ സ്വാമി പറഞ്ഞതുപോലെ ജീവിക്കുമ്പോൾ സ്വാമി നമുക്ക് കാണാൻ പറ്റും, സ്വാമി നമുക്ക് തൊടാൻ പറ്റും, സ്വാമിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റും, സ്വാമി പറയുന്ന ആൻസേഴ്സ് നമുക്ക് കേൾക്കാൻ പറ്റും, എന്താ സ്വാമിയുടെ സങ്കല്പം നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് മാത്രം ഓർത്ത് പ്രവർത്തിച്ചാൽ മതി. എന്നെ മുഴുവൻ സ്വാമിയാണ് വലയം ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് സ്വാമിയാണ് വലയം ചെയ്തിരിക്കുന്നത്. ആ വലയത്തിൻ്റെ ഉള്ളിലാണ്, ആ റിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാവമാണ് നമുക്ക് വേണ്ടത്. അത്രത്തോളം സ്വാമി നമുക്ക് അടുത്താണ്. സ്വാമി പറയാറുണ്ട്, ഞാനും നീയും തമ്മിലുള്ള ദൂരം ഞാനല്ല തീരുമാനിക്കുന്നത്, നീയാണ് തീരുമാനിക്കുന്നതെന്ന് ഭഗവാൻ പറയാറുണ്ട്. നമ്മൾ സ്വാമി തമ്മിലുള്ള ദൂരം നമ്മളാണ് തീരുമാനിക്കുന്നത്, സ്വാമിയല്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ സ്വാമിയുടെ വളരെ അടുത്താന്ന് പറഞ്ഞാൽ നീ വളരെ അടുത്താണ്, ഞാൻ സ്വാമിയിൽ നിന്ന് വളരെ അകലെയാന്ന് പറഞ്ഞാൽ നീ വളരെ അകലെയാണ്. നീയാണ് തീരുമാനിക്കുന്നത്, നിൻ്റെ ജീവിതമാണ് തീരുമാനിക്കുന്നത്, നീ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് തീരുമാനിക്കുന്നത്. നമ്മളും സ്വാമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതുകൊണ്ട് എന്താണോ സ്വാമിക്ക് പ്രിയപ്പെട്ടത് അതെല്ലാം നമ്മൾ ചെയ്യാം, എന്താണോ സ്വാമി വേണ്ടാന്ന് പറഞ്ഞത് അതെല്ലാം ഒഴിവാക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് സ്വാമിയുടെ അടുത്താകാൻ പറ്റും, നിയറാകാൻ പറ്റും, ഡിയറാകാം. അതാണ് കൂടുതൽ പ്രാധാന്യം. സ്വാമിക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറാൻ പറ്റും. അങ്ങനെ നിയറും ഡിയറുമാകാൻ, അടുത്തും പ്രിയപ്പെട്ടവരുമായി മാറാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം.